നമസ്കാരം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിലും കൂടുതൽ ധനം വന്നു ചേരണമെങ്കിലും ഈ മന്ത്രം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ജപിക്കുക. 108 തവണ ജപിക്കാൻ പറ്റിയാൽ ഉത്തമം. ഇല്ല എങ്കിൽ 21 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ നെയ്ദീപം കൊളുത്തി നെയ്ദീപത്തിനോടൊപ്പം തന്നെ ചുവന്ന പൂക്കൾ, അതായത് ചെമ്പരത്തി, ചെത്തി തുടങ്ങിയ പൂക്കൾ ദേവിക്ക് അർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പായസമോ പഴമോ എന്തെങ്കിലും ഒരു നിവേദ്യം കൂടി ദേവിക്ക് വെച്ച ശേഷം നിങ്ങൾ ഈ മന്ത്രം 21 തവണ കുറഞ്ഞത് ജപിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജപിക്കുന്നതാണ് ഉത്തമം. ഇപ്പോഴത്തെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറാനും ദുരിതങ്ങളും കഷ്ടകാലങ്ങളും മാറാനും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതിനും ഈ മന്ത്രം നിങ്ങളെ വളരെയധികം സഹായിക്കും. ദേവിയുടെ മുമ്പിൽ വളരെയധികം സമർപ്പണ ഭാവത്തോടുകൂടി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന ഭാവത്തിലല്ല, ഇനി ദേവി മാത്രമേ എനിക്ക് അഭയമുള്ളൂ, ദേവി എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകും. മന്ത്രം നമുക്ക് ഒരുമിച്ച് ജപിക്കാം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മേ നമഃ. ഒരു തവണ കൂടി ജപിക്കാം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മേ നമഃ.